നിച്ചു ഇവിടെ നോക്ക്. നിച്ചു ഇവിടെ നോക്ക്. അങ്ങനെയാണ്. നിച്ചു രാവിലെ തന്നെ പള്ളിയിലൊക്കെ പോയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഞങ്ങൾ അച്ചാച്ചൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ കയറിയേ. വാ ഇവിടുന്ന് മാത്രം വാ. എന്നാ ശരി ചേച്ചി. അന്നാ അതെന്താ നിച്ചു അങ്ങനെ? ഡ്രസ് നല്ലയാണോന്ന് കാണിച്ചു കൊടുത്തൊന്ന് നിന്ന് നോക്ക്. ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ രാവിലെ പള്ളി പോയിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. ഇനി കുറച്ച് നമുക്കൊരു ചെറിയൊരു പൂക്കളൊക്കെ ഇടാം. ഓക്കെ ബാ. നീച്ചു ഫ്രണ്ടിൽ പോയി ഞങ്ങൾ പോടാം. ബൈ. പൂക്കളിടാം മുത്തേ, പൂക്കളിടാം. ഇവിടെ ഇരിക്കെ, രണ്ടുപേരും അവിടെ ഇരിക്കെ. കുറച്ച് നേരം അവിടെ ഇരിക്കും കേട്ടോ. ഇപ്പോൾ പൂക്കളിടാം. ഞങ്ങൾ ചെറിയൊരു പൂക്കളിടാണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് പറിച്ചുകൊണ്ട് വന്നതാട്ടോ. പള്ളി കഴിഞ്ഞ് വരുന്ന വഴിക്ക്. അപ്പുറത്തെ സൈഡിൽ പോയി നിൽക്കുക. കുഞ്ഞി പൂക്കളം. ഞങ്ങൾ പള്ളി കഴിഞ്ഞ് വരുന്ന വഴിക്ക് കുറേ പൂക്കളൊക്കെ റോഡ് സൈഡിൽ നിന്നുള്ള വീട്ടിൽ കുറേ പൂക്കളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ അത്തമിട്ട് ചെറിയ പൂക്കളം ഇടുകയാണ് കേട്ടോ. ഞാനിടാ ഞങ്ങളുടെ ഒരു കുഞ്ഞി അത്തമാണിത്. ഞങ്ങളുടെ ഒരു കുഞ്ഞി പൂക്കളാണിത്. ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇവിടെ കിട്ടുന്ന നമ്മുടെ ഇവിടെ റോഡ് സൈഡുകളിലുള്ള ചെടികൾ മാത്രം ഉപയോഗിച്ചിട്ട്, നമ്മുടെ വീട്ടിലും പരിസരത്തൊക്കെ ഉള്ള ചെടികൾ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു കുഞ്ഞി പൂക്കളം. എനിക്കൊരു സഹായം കൂടി ഉണ്ട് കേട്ടോ. ആള് ക്യാമറയുടെ മുന്നിൽ അങ്ങനെ വരുന്നില്ല. ഹസ്ബൻഡ് ചേട്ടൻ്റെ വൈഫ് അഞ്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടി ആയി പൂവൊക്കെ വരുന്ന വഴിക്ക് റോട്ടിൽ നിന്നൊക്കെ പറിച്ചോണ്ട് വന്നത്. ആൾ ക്യാമറയുടെ മുന്നിൽ വരുന്നില്ല. പക്ഷെ ആൾക്ക് ഇഷ്ടമാണ് എടുത്തു തരാനും വീഡിയോസ് എടുക്കാനും. ഇങ്ങനത്തെ വീഡിയോസ് എടുക്കുന്നതിനും ഒക്കെ നല്ല ഇൻട്രസ്റ്റാണ്. പക്ഷെ ക്യാമറയുടെ മുന്നിൽ മാത്രം തല കാണിക്കില്ല. ആ ഒരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ. മതി. ഇതാ നമ്മുടെ പൂക്കൾ. അങ്ങനെ ഞങ്ങളിതാ ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് വയനാട്ടിലോട്ട് പോവാണ് കേട്ടോ. നമ്മൾ രാവിലെ ഓണത്തിൻ്റെ സെയിം ഓണം ദിവസം തന്നെ നമ്മൾ രാവിലെ നമ്മൾ നിലമ്പൂരായിരുന്നു. പള്ളിയിലൊക്കെ പോയി ചെറിയ പൂക്കളൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ വയനാട്ടിലോട്ട് പോകാം. ഇതാണ് കനോലി പ്ലോട്ട് എക്കോ ടൂറിസം. ഇതിൻ്റെ ഉള്ളിൽ പഴയ ഒരുപാട് വർഷം പഴക്കമുള്ള തേക്കൊക്കെ ഉണ്ട്, തേക്കിൻ്റെ തോട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചെവിടെ പോവാ? അപ്പാപ്പ വീട്ടിൽ പോവാണോ? ഇതാണ് കേട്ടോ നിച്ചുവിൻ്റെ ഓണം ഡ്രസ്സാണ് ഇത്. ഇതാണ് നിച്ചുവിൻ്റെ ഓണത്തിനെടുത്ത ഡ്രസ്സ്. ഓണത്തിൻ്റെ സെറ്റ് പട്ടുപാവാട. ഏത് പാവാടയും മൊത്തം പാവാടയും ബ്ലൗസും. ആരാ നിച്ചുവിന് ഇങ്ങനെ ഒരുക്കി തന്നെ? അഞ്ചു ആന്റിയാ. ഒരു ബ്യൂട്ടി സ്പോട്ട് ഇട്ടോ. ആശുന്തിരിയാക്കി ഇതല്ലേ നിച്ചു. വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. പറഞ്ഞോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേന്ന് പറഞ്ഞു.
നമ്മൾ ഇത് നാടുകാണി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വയനാട്ടിലോട്ട് പോവാണ്. വഴിക്കടവ് കഴിഞ്ഞ് നമ്മുടെ ചുരം സ്റ്റാർട്ട് ചെയ്തു. ഇന്റർലോക്ക് ഒക്കെ ചെയ്ത റോഡാണ്. അവിടേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വളഞ്ഞ് പുളഞ്ഞുള്ള റോഡാണ്. നമ്മൾ താമരശ്ശേരി റൂട്ടും പോവാം, പക്ഷെ നമ്മൾ ഈ ഒരു റൂട്ടാണ് സാധാരണ മിക്കപ്പോഴും പോവാറ്. ഈ ഒരു റൂട്ടാണ് കേട്ടോ. നാടുകാണി, പിന്നെ അതേപോലെ ദേവാല, പന്തല്ലൂർ, ചേരമ്പാടി അങ്ങനെ ടച്ച് ചെയ്ത് അങ്ങനെ പോവേ. ഇതാണ് മറ്റേ റൂട്ടിനേക്കാളും കുറച്ചുകൂടി എളുപ്പം നമുക്ക് ഈ റൂട്ടാണ്. പിന്നെ നല്ല തിരക്കും കുറവുള്ള റോഡാണ്. അപ്പോൾ നമ്മൾ മറ്റേ ചുരം വഴി പോവുകയാണെങ്കിൽ, താമരശ്ശേരി ചുരം ടച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല ബ്ലോക്കൊക്കെ ഉണ്ടാവും. ഇന്ന് ഓണമൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ റൂട്ട് പോകുമ്പോൾ നമുക്ക് വലിയ ബ്ലോക്കൊന്നും കിട്ടാറില്ല കേട്ടോ. ഈ ചുരം വലിയ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. അപ്പം നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ഇവിടെ താഴോട്ട് നോക്കൂ, ഈ വ്യൂ കണ്ടു, എന്ത് ഭംഗി അറിയോ. ഈ റൂട്ട് അടിപൊളിയാണ്ടോ. താഴെ വഴിക്കടവ്, താഴെ കാണുന്ന ഭാഗങ്ങൾ നല്ല റൂട്ടാണ്. ഇവിടെ സൈഡിലൊക്കെ ഇറങ്ങി നിന്ന് കാഴ്ച കാണാനും ഒക്കെ നല്ലൊരു ഇതാണ്. ഒത്തിരി പേര് അങ്ങനെ വന്ന് ഇവിടെയൊക്കെ സൈഡിലൊക്കെ നിന്ന് ഇവിടെയൊക്കെ നിർത്തിയിട്ട് കുറച്ച് സമയം, വലിയ തിരക്കും ഇല്ലല്ലോ, കുറച്ച് നേരം ഇങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പോവാറുണ്ട്. അതാണ് നമ്മൾ പോവാറുള്ള റൂട്ട്. ഓൾറെഡി ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഉറങ്ങി കേട്ടോ. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിലോട്ട്. ഈ റൂട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നൈറ്റ് ടൈം ഒക്കെ പോവുകയാണെങ്കിൽ നമ്മൾ താമരശ്ശേരി ചുരം ടച്ച് ചെയ്താൽ പോവാ. കാരണം കുറച്ചുകൂടി ഇപ്പം നൈറ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ ഇതൊക്കെ ഇപ്പം ആനയൊക്കെ ഇറങ്ങാനൊക്കെ ഉള്ള സാധ്യതയുള്ളത് കൊണ്ട് നൈറ്റ് ടൈമിലൊന്നും ഇതിൽ അധികം ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം അങ്ങനെ ആരും അങ്ങനെ പോകാറില്ല. ആ സമയത്തൊക്കെ നമ്മൾ മറ്റേ അങ്ങനെ നമ്മൾ അങ്ങനെ പോകാറില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ മറ്റേ ചുരം, അതായത് നമ്മൾ താമരശ്ശേരി ചുരം ടച്ച് ചെയ്തിട്ട് അതില്ല കേട്ടോ പോവാറ്. ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, ആന ഇറങ്ങുന്ന മേഖലയാണെന്ന് പറഞ്ഞ്. അതാണിപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പം ആനയൊക്കെ ഇറങ്ങാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ഒരു നൈറ്റൊക്കെ ആയി കഴിയുമ്പോൾ ഇതിലുള്ള യാത്ര മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഓക്കെ, നിച്ചോ നല്ല ഉറക്കത്തില. കുരങ്ങുകള്, മങ്കീസ്. ചുച്ചു കണ്ടോ മങ്കീസിനെ? സൈഡിൽ നോക്കിയോ, സൈഡിൽ കണ്ടേ കാണാം. ഉറങ്ങി ചുച്ചു എണീറ്റു. ഇല്ല അമ്മ? ഉറങ്ങിപ്പോയിന്ന് പറ. ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം പറ. ഇല്ല, പോയിട്ടില്ല. ഹാപ്പി ഓണം പറ. ഹാപ്പി ഓണം. ഇല്ല. ഇനി ഉറങ്ങുന്നുണ്ടോ? എണീറ്റോ? കുറച്ചേരം കൂടി ഉറങ്ങാം. അങ്ങനെ നമ്മളിതാ ഇപ്പൊ കേരളം കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ തമിഴ്നാട്ടിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ വീണ്ടും വരിക നന്ദി എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കേരളം കഴിഞ്ഞ് നമ്മൾ ഇനി അങ്ങോട്ട് തമിഴ്നാടിൻ്റെ ഭാഗമാണ്. ഇനി എന്താ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, വലിയ ബോർഡ്. നമ്മൾ
ഈ റൂട്ട് മൈസൂര്, അതേപോലെ ഊട്ടി, അവിടെ നിന്ന് തിരിഞ്ഞ് നമുക്ക് നാടുകാണിന്ന് കൂടല്ലൂരിന് തിരിഞ്ഞ് പോകാം. പിന്നെ അതേപോലെ നമ്മൾ പോകുന്ന റൂട്ട് ദേവാല, പന്തല്ലൂർ, അങ്ങനെ ആ റൂട്ടും പോകാം കേട്ടോ. ഇനി അങ്ങോട്ട് തമിഴ്നാടിൻ്റെ ഭാഗങ്ങളാണേ. പക്ഷെ റോഡ് നമ്മൾ നോക്കുമ്പോൾ ഉള്ളത് പറയാലോ, നമ്മുടെ അങ്ങോട്ട് കേരളത്തിന്റെ ആ ഭാഗത്തുള്ള റോഡൊക്കെ നല്ലതാണ്. പക്ഷെ റോഡ് പോരാ. ഇതാ ഒരു കുരങ്ങ് പോകുന്നത് കണ്ട, ഒരു കുരങ്ങ് അവിടെ ഇരിക്കുന്നു. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴേക്കും നമുക്കത് വ്യത്യാസം മനസ്സിലാവും. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലോട്ട് കടന്നേ റോഡ് കണ്ടോ, കുഴികളൊക്കെ ആയിട്ട് അങ്ങനെയാണ്. പക്ഷെ കേരളത്തിന്റെ ഭാഗത്തുള്ള റോഡൊക്കെ നല്ല അടിപൊളി റോഡാട്ടോ, ഇന്റർലോക്ക് ഒക്കെ ചെയ്തിട്ടുള്ള റോഡാണ്. പക്ഷെ ഇങ്ങോട്ട് പോരാ, റോഡ് ഒട്ടും പോരാ. ഇനി നമ്മൾ ചാടി പോകണം. അങ്ങനെ ചാടി അവിടെ എത്തുമ്പോഴേക്കും മുളഞ്ഞെത്തുമ്പോഴേക്കും ഒരു പരിവാവും. കുഴിയാണോ ഇതോ വെള്ളം കെട്ടി നിൽക്കുന്ന കണ്ടോ, വലിയൊരു കുഴി. ഇതാണ് അവസ്ഥ റോഡിന്റെ. നാടുകാണി എത്തി. ഇനി കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ദേവാല സൈഡൊക്കെ എത്തിക്കഴിഞ്ഞാൽ നല്ല തേയിലത്തോട്ടങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് മഴ തുടങ്ങി. പക്ഷെ നല്ല റൂട്ടാട്ടോ, കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പന്തല്ലൂരെത്തി. കുറേ ഭാഗങ്ങൾ ഇങ്ങനെ തേയിലത്തോട്ടാണ്. നല്ല മഴ തുടങ്ങി. കോടമഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടോ? നല്ല കോടമഞ്ഞൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയാട്ടോ കാണാൻ. ചില സമയത്തൊക്കെ നമ്മൾ വരുമ്പോൾ നന്നായിട്ട് കോട ഇങ്ങനെ മൂടിക്കിടക്കും. അങ്ങോട്ട് കാണുന്നില്ല, ഇത്രേ കാണുള്ളൂ. കോടയും മഴയൊക്കെ കൂടി ആയിട്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. തേയിലത്തോട്ടൊന്നും കാണുന്നില്ല, മൊത്തം കോട മൂടിയിരിക്കുക. നല്ല മഴയും. ഇപ്പൊ സമയം ഉച്ചയായിട്ടോ. നമ്മളെന്തായാലും വീട്ടിലെത്തുമ്പോൾ ഇപ്പൊ ഒരു 12:30 കഴിഞ്ഞു. നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ അവിടുന്ന് പോകുന്നത്. ഒരു 2-2.5 മണിക്കൂർ അല്ലേ? 2-2.5 മണിക്കൂർ മതി വയനാട്ടിലോട്ട്. സോറി അയ്യോ, നിച്ചോലെ ഇതിലെ കാണില്ല. വാക്സിനേഷൻ എടുത്ത ഭാഗമായിട്ട് എന്താ കരോളിന് ഫാക്ടറിയാണ്, ടീ ഫാക്ടറി അത് കേട്ടോ. പിന്നെ ഇതാ തേയിലത്തോട്ടം. മഴ കുറച്ച് കുറഞ്ഞു, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചേരമ്പാടി എത്തി. ഇത് മേപ്പാടിയൊക്കെ പോണ റൂട്ടാട്ടോ. നമ്മൾ ഈ റൂട്ടാണ് പോകുന്നത്. നല്ല രസമുള്ള ഒരു ഭംഗിയുള്ള റൂട്ടാണ് അതാട്ടോ. ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് എടുക്കുന്നത് കണ്ടല്ലേ. ഫുൾ തേയിലത്തോട്ടം കൊണ്ട് ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുക കേട്ടോ, ഈ പരവതാനി പോലെയൊക്കെ. നല്ല റൂട്ടാണ്. ഞങ്ങളങ്ങനെ വീടെത്താനായി. കണ്ടോ, നമ്മുടെ ഇവിടുത്തെ കുരിശുപള്ളിയാണ്. വീട്ടിലെടുത്തിട്ടോ. അപ്പം ചെറിയൊരു സദ്യ ഉണ്ട്. സദ്യ എന്ന് പറഞ്ഞാൽ ചെറിയ അവിയൽ, കൂട്ടുകറി. ഇതെന്താ പൈനാപ്പിൾ പച്ചടി അല്ലേ, പച്ചടി. പിന്നെ ഇതെന്താ ബീട്രൂട്ട് പച്ചടി. ഇതെന്താ കറിയാ? പുളിയിഞ്ചി. അയ്യോ, ചിപ്സ്, ശർക്കര വരട്ടി ഒക്കെ. അപ്പം ഞങ്ങളിപ്പോൾ എത്തിയുള്ളൂ. ഇപ്പോൾ സമയം ഒരു 2 മണിയായി. ഓക്കെ, അപ്പം ഞങ്ങൾ വീട്ടിലെത്തി. ഇനി ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. അപ്പം ഞാൻ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവർക്കും വീണ്ടും ഹാപ്പി ഓണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ചാ ബൈ.